Please welcome back to RK-NEXT. അപ്പൊ മക്കളെ നമ്മൾ SSLC ക്ലാസ്സസ് ഒക്കെ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. നിങ്ങളൊന്ന് പഠിച്ചു വരുന്നുള്ളൂ. ആ ചൂട് പിടിച്ച് വരുന്നതിന് മുന്നേ തന്നെ നമ്മുടെ മുന്നിലേക്ക് അതാ വന്നിരിക്കുന്നു. ഓണം എക്സാം എത്തിയിരിക്കുന്നു. ഓണം എക്സാം റെഡി അല്ലേ? യെസ്, ഓണം എക്സാം വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താ പറയാ, ലക്കി എന്നാണോ പറയേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾ ഭാഗ്യമില്ലാത്തവരാണോ പറയേണ്ടത് ഞങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നില്ല. കാരണം 9ാം ക്ലാസ്സിൽ നിങ്ങൾ കയറിയ സമയത്ത് 9ാം ക്ലാസ്സിന്റെ ടെക്സ്റ്റ് ബുക്ക് മാറി. ഇപ്പൊ നിങ്ങൾ 10ൽ എത്തിയപ്പോൾ 10ന്റെയും ടെക്സ്റ്റ് ബുക്ക് മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇപ്പൊ ബയോളജി ഒക്കെ ഞാൻ പറയുന്നു ഇവർ ഭാഗ്യവാന്മാരാണ്. കാരണം നിങ്ങൾക്ക് പുതിയത് പഠിക്കാനുള്ള അവസരം കിട്ടി എന്നുള്ളതാണ്. അതെ അതെ അതെ, കാരണം അത് ഭാഗ്യം തന്നെയാണ്. ഭാഗ്യം തന്നെയാണ്. ആകെ ഒരു പ്രശ്നം എന്താ ഉള്ളതെന്ന് വെച്ചാൽ, ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു ബയോളജിയിൽ തന്നെ, അതായത് കഴിഞ്ഞ വർഷത്തെ ടെക്സ്റ്റ് ബുക്കിൽ 2 ചാപ്റ്റേഴ്സ് ഇപ്പം ഈ വർഷത്തെ ടെക്സ്റ്റ് ബുക്കിൽ ഒറ്റ ചാപ്റ്റർ ആയിട്ട് കമ്പൈൻ ചെയ്തിരിക്കുകയാണ്. ഞാൻ കാണുന്ന ഇവർക്ക് ആകെയുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്ത് പഠിക്കണം എന്ന് ഇവർക്ക് അറിയില്ല. അത് തന്നെയാണ് ഇവരുടെ പ്രശ്നം അല്ലെ? എക്സാമിന് എന്ത് ക്വസ്റ്റ്യൻ വരികയാണെന്ന് അറിയില്ല, ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ചോദിക്കാന്ന് അറിയില്ല. അതൊക്കെയല്ലേ നിങ്ങളുടെ പ്രശ്നം? അതൊക്കെയാണ് എല്ലാവരുടെയും പ്രശ്നം. നമുക്കിപ്പോ സോൾവ് ചെയ്യാം. അതായത് കഴിഞ്ഞ വർഷത്തെ ആൾക്കാർക്ക് എന്തായാലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേണും ക്വസ്റ്റ്യൻസിന്റെ പാറ്റേണും മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ നിങ്ങൾക്ക് അത് പറ്റിയിട്ടില്ല. അപ്പൊ എന്തായാലും നമ്മുടെ സ്കീം ഓഫ് വർക്ക്, അതായത് നമ്മുടെ സിലബസ് വന്നിട്ടുണ്ട്. ഓണപരീക്ഷയ്ക്ക് നിങ്ങൾ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് ഓരോ സബ്ജക്റ്റിൽ നിന്ന് പഠിക്കേണ്ടത്? സിലബസ് അറിഞ്ഞ് പഠിച്ചാൽ നമുക്ക് ഒരു പ്രശ്നമില്ലേ. അതിന് പിന്നെ അതുപോലെ തന്നെ RK-NEXTന്റെ SCRT ലൈൻ ബൈ ലൈൻ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. യെസ്, അപ്പൊ ഇതൊക്കെ ഇവർക്ക് കിട്ടണമെങ്കിൽ ആദ്യം തന്നെ പറയാണ്, അതായത് നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ വീഡിയോ മുഴുവനായിട്ട് ഇരുന്ന് കാണുക. നിങ്ങളിൽ പലരും എന്തായാലും ഈ ഒരു സിലബസ് അറിഞ്ഞിട്ടുണ്ടാവില്ല. ഇവർക്ക് പുതിയ ടെക്സ്റ്റ് ബുക്ക് ആയതുകൊണ്ട് നിങ്ങൾക്ക് ആ ടെക്സ്റ്റ് ബുക്കിനെ എങ്ങനെ ഫേസ് ചെയ്യണമെന്ന് അറിയില്ല. ഞങ്ങൾ ആദ്യം പരിചയപ്പെടുന്ന ടെക്സ്റ്റ് ബുക്ക് ആണ്. ടെക്സ്റ്റ് ബുക്കിലെ ഓരോ ലൈനും വായിച്ച് അതിലെ ക്വസ്റ്റ്യൻ ഒക്കെ ക്ലിയർ ചെയ്ത് അങ്ങനെ ക്ലിയർ ആയിട്ട് പഠിപ്പിച്ചു തരും. ഓണം എക്സാം സെറ്റ് ആയിരുന്നു. സെറ്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് മലയാളത്തിലേക്ക് പോവാം. അപ്പൊ മലയാളം ഫസ്റ്റ് ആണ്. അപ്പൊ മലയാളം ഫസ്റ്റിൽ ഇവർക്ക് 2 യൂണിറ്റ് പഠിക്കാനുണ്ട്, ഭാഗം 1 ഭാഗം 2. അപ്പൊ യൂണിറ്റിന്റെ പേര് ഭാഷ പൂത്തും സംസ്കാരം തളിർത്തും. ഞാൻ കൂടുതലായിട്ട് വായിക്കില്ല, സാറിനെ വായിച്ചോളൂ. ഓക്കെ, കഥകളതി മോഹനം റെഡിയാണ്. റെഡിയാണ്. യെസ്, അതായത് നമ്മൾ ഈ യൂണിറ്റിൽ തന്നെ എനിക്ക് തോന്നുന്നു 1, 2, 3 ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്. ഒന്നാമത്തെ സ്വാതന്ത്ര്യത്തിന്റെ ചിറകുകൾ, രണ്ടാമത്തെ ചാപ്റ്റർ അല്ലേ? പിന്നെ മാതൃഭാഷ നമ്മുടെ ഉള്ളിൽ ഒഴുകുന്ന ജീവനദി. ചാപ്റ്റർ പഠിച്ചാൽ മതി. ഇനി യൂണിറ്റ് 2ലേക്ക് പോവാണെങ്കിൽ പേരെന്താ? ഉള്ളിലാണ് എപ്പോഴും ഉന്മദാൻ എന്ന പോൽ. അപ്പൊ ഇതില് 3 ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട് അല്ലെ? റെസിഡന്റ് എഡിറ്റർ, അന്നന്നത്തെ മോക്ഷം, തേൻ. മലയാളം 2 ഉണ്ട്. മലയാളം 2 അതുപോലെ തന്നെ 3 ചാപ്റ്റർ ആണ്. കൽബിലെ നിലാവൊക്കെ കാണുന്നില്ലേ? അതെ. യൂണിറ്റിന്റെ പേര് അരങ്ങും പൊരുളും ചിത്രകാരി. അതിൽ വരുന്നത് കൽബിലെ നിലാവ്, ഒരു പക്ഷിക്കുഞ്ഞിന്റെ മരണം. ഈ ചാപ്റ്റേഴ്സ് ഒക്കെയാണ് പഠിക്കാനുള്ളത്. ഇതൊരു യൂണിറ്റേ ഉള്ളൂ പഠിക്കാൻ. അടുത്തതിലേക്ക് പോവാണെങ്കിൽ ഇംഗ്ലീഷ് ആണ്. 2 യൂണിറ്റ് പഠിക്കാനുണ്ട്. ഫസ്റ്റത്തെ യൂണിറ്റ് ട്രെയിൻ. സ്ക്രീൻഷോട്ട് എടുക്കാം. അപ്പൊ ഇതിൽ വരുന്ന വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ്, അതൊരു ചാപ്റ്റർ ആണ്. അടുത്ത ചാപ്റ്റർ ഇൻ ദ എത്തിക് ഫ്രണ്ട്സ്, റോമൻസ് കൺട്രിവൻ. ഇത്രയും ചാപ്റ്റേഴ്സ് ഫസ്റ്റ് യൂണിറ്റിൽ വരുന്നുണ്ട്. സെക്കൻഡ് യൂണിറ്റ് പാത്സ് ടു പ്രോഗ്രസ് ബ്രേക്കിംഗ് ബാരിയേഴ്സ്. ഇതിൽ ഐ വിൽ ഫ്ലൈ, ഫീനിക്സ് റൈസസ്, ദ സീഡ്ലിംഗ്. ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് ആ ഒരു യൂണിറ്റിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. യെസ്, നമ്മൾ അടുത്ത യൂണിറ്റിലേക്ക് പോവാണ്. അറബിക് ഒന്ന് പറയാം. അറബിക്കിൽ യൂണിറ്റ് 1 and 2, ചാപ്റ്റർ 1 to 5 ഉണ്ട്. ചാപ്റ്റർ 1 to 5. ചാപ്റ്റർ 1 to 5. ഓക്കെ, അപ്പൊ അതേപോലെ തന്നെ ഹിന്ദിയിൽ എനിക്ക് തോന്നുന്നു 1, 2, 3. ഹിന്ദി കുറെ കാലം സാർ പഞ്ചാബിലായിരുന്നു. ഹിന്ദി വായിച്ചോളൂ. അത് വായിക്കുന്നില്ല തൽക്കാലത്തേക്ക്. 1, 2, 3, 4, 5, 6 ചാപ്റ്റേഴ്സ് ആണ് എനിക്ക് തോന്നുന്നു ഹിന്ദിയിൽ നിങ്ങൾക്ക് പഠിക്കാൻ. 6 ചാപ്റ്റർ തോന്നൽ മാത്രമാണ്, എണ്ണാൻ അറിയാം, ഹിന്ദി വായിക്കാൻ അറിയില്ല. അതുകൊണ്ട് തോന്നലായിട്ട് പറയണം. 6 ചാപ്റ്റേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ സോഷ്യൽ സയൻസ് ഫസ്റ്റിലേക്ക് പോവാണെങ്കിൽ 2 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഹ്യൂമനിസം, മാനവികത, അതുപോലെ തന്നെ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. റെഡി അല്ലേ? അതെ. ചാപ്റ്റർ 3 സോഷ്യൽ അനാലിസിസ് ത്രൂ സോഷ്യൽ ഇമാജിനേഷൻ, സാമൂഹിക വിശകലനം, സമൂഹ ശാസ്ത്ര സങ്കല്പത്തിലൂടെ. അതെ. അപ്പൊ ഈ 3 ചാപ്റ്റർ സോഷ്യൽ സയൻസ് 1ലും. ഇനി സോഷ്യൽ സയൻസ് 2ലേക്ക് പോവാണെങ്കിൽ ക്ലൈമറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ക്ലൈമാറ്റിക് റീജിയൻസ് ആൻഡ് ക്ലൈമാറ്റിക് ചേഞ്ച്. പിന്നെ കൺസ്യൂമർ റൈറ്റ്സ് ആൻഡ് പ്രൊട്ടക്ഷൻ, ഉപഭോക്താവ് അവകാശങ്ങളും സംരക്ഷണവും. ഇത്രയുമാണ് പഠിക്കാനുള്ളത്. എനിക്ക് തോന്നുന്നു കുറെ ചാപ്റ്റേഴ്സിന്റെ എണ്ണം വരുന്നത്. കുറച്ച് ചാപ്റ്റേഴ്സ് പഠിക്കാൻ മക്കൾ ടെക്സ്റ്റ് ബുക്കിലൂടെ പോവുക എന്നുള്ള ആദ്യം ചെയ്യേണ്ടത്. ടെക്സ്റ്റ് ബുക്കിലൂടെ പോവുക. വലിയ ടഫ് ഒന്നുമല്ലേ. ഞാൻ ആദ്യം കെമിസ്ട്രി തമാശക്ക് പറഞ്ഞ ടഫ് ഒന്നുമല്ലേ. ടെക്സ്റ്റ് ബുക്കിലൂടെ സഞ്ചരിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഫുൾ മാർക്ക് എത്താൻ പറ്റും. ടെക്സ്റ്റ് തന്നെയാണ് നമ്മൾ പഠിക്കേണ്ടത്. ടെക്സ്റ്റ് പഠിച്ച ഏതൊരാളും എന്തായാലും ഫുൾ മാർക്ക് വാങ്ങിയിരിക്കും. നമ്മളെ കയ്യിൽ വേറൊന്നും ഇല്ല പഠിക്കാൻ. ഈ പക്ഷെ നമ്മുടെ കയ്യിലില്ല. ആ ടെക്സ്റ്റ് ബുക്ക് വൃത്തിയായിട്ട് പഠിച്ചാൽ മതി. ടെക്സ്റ്റ് ബുക്കിൽ എല്ലാ പ്രോബ്ലം സോൾവ് ചെയ്ത് പഠിച്ചാൽ നമുക്ക് എന്തായാലും ഫുൾ മാർക്ക് കിട്ടും. പിന്നെ അതിന് സോൾവ് ചെയ്യാൻ അവര് സോൾവ് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ സോൾവ് ചെയ്ത് തരും. RK-NEXT.
ഓക്കെ യെസ്. ഇനി നമ്മൾ ഫിസിക്സിലേക്ക് പോവാണെങ്കിൽ 3 ചാപ്റ്റേഴ്സ് ആണ്. ചാപ്റ്റർ 1 സൗണ്ട് വേവ്, ശബ്ദ തരംഗങ്ങൾ. സൗണ്ട് ആൻഡ് വേവ്. നെക്സ്റ്റ് ദ ലെൻസസ്. യെസ്, ലെൻസുകൾ, ദ വേൾഡ് ഓഫ് കളർ ആൻഡ് വിഷൻ. യെസ്, കാഴ്ചയും വർണ്ണങ്ങളും വർണ്ണങ്ങളുടെ ദ ലോകം. വേൾഡ് ഓഫ് കളർ ആൻഡ് വിഷൻസ്. ഓക്കെ, നെക്സ്റ്റ്. യെസ്. അടുത്തത് കെമിസ്ട്രി. ആരെയും പറയാൻ സമയക്കില്ല. നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ആൻഡ് ഐസോമറിസം ആണ് ഒന്നാമത്തെ ചാപ്റ്റർ. രണ്ടാമത്തെ കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ആണെങ്കിൽ മൂന്നാമത്തത് പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഓക്കെ, അപ്പൊ നേരത്തെ ഞാൻ പറയുന്നത് ഇപ്പൊ നമ്മൾ ബയോളജിയുടെ ഒക്കെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ 2 ചാപ്റ്റേഴ്സ് ആണ് ഈ വർഷം കമ്പൈൻ ചെയ്ത് ഒരു ചാപ്റ്റർ ആയിട്ട് വന്നിരിക്കുന്നത്. അതും തുടങ്ങുന്നത് തന്നെ നമ്മുടെ ജെനറ്റിക്സിലാണ് അല്ലെ. ഇതേപോലെ ഒരു മാറ്റം കെമിസ്ട്രിയിൽ നിന്ന് പ്രശ്നിച്ച ഓർഗാനിക് ഒരു പക്ഷേ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ടഫായിട്ട് ഫീൽ ചെയ്യുന്നത്, അത് ടഫ് ഒന്നുമല്ല, പക്ഷെ ഒരു ഫീലിങ്സ് ഉണ്ടാവും. ടഫാണെന്നുള്ള തോന്നലുണ്ടാക്കുന്ന 2 ചാപ്റ്റേഴ്സ് ആണ് ഓർഗാനിക് റിയാക്ഷൻസും അതുപോലെ തന്നെ ഓർഗാനിക് നോമൻക്ലേച്ചറും, നെയിമിംഗ് അല്ലെ. എനിക്ക് തോന്നുന്നു ഓർഗാനിക് സംയുക്തങ്ങളുടെ നാമകരണവും ഐസോമറിസും എന്നുള്ള ചാപ്റ്റർ. എനിക്ക് തോന്നുന്നു ആർട്ടി സാർ, അതായത് ഇപ്പൊ ഫസ്റ്റില് തന്നെ ഇപ്പൊ കെമിസ്ട്രിയോ അത് ഏത് സബ്ജക്റ്റോ ആയിക്കോട്ടെ, ഒരു ഡ്രൈ ചാപ്റ്റർ വന്നാൽ നമ്മൾ തുടക്കത്തിലെ ബോറടിക്കില്ലേ? പക്ഷേ ഇത് ഡ്രൈ അല്ല, ഇൻട്രസ്റ്റിംഗ് ആണ്, ചെയ്യാൻ നല്ല രസമാണ്. തുടങ്ങി കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. മാത്സ് പോലെയാണ്, നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് ഭയങ്കര രസമല്ലേ ചെയ്യാൻ. അതുപോലത്തെ ഒരു സാധനമാണ് ഓർഗാനിക് കെമിസ്ട്രി. യെസ്. ഓക്കെ, നമ്മൾ ബയോളജിയിൽ 2 ചാപ്റ്ററേ ഉള്ളൂ. ജെനറ്റിക്സ് ഓഫ് ലൈഫ്, ജീവന്റെ ജനിതകം, അതുപോലെ പാർട്സ് ഓഫ് എവല്യൂഷൻ, പരിണാമത്തിന്റെ വഴികൾ. അതിൽ രണ്ടാമത്തെ ചാപ്റ്ററിൽ എവല്യൂഷൻ മാത്രം. അതിന്റെ കൂടെ തന്നെ എന്തുകൂടി നമുക്ക് പഠിക്കാനുണ്ട്? നെർവസ് സിസ്റ്റം അല്ലെ, നാഡീ വ്യവസ്ഥയെ കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമുക്ക് ബയോളജിയിൽ പഠിക്കാനുള്ളത്. ഇനി മാത്സ്, അരിത്തമെറ്റിക് സീക്വൻസ്, സമാന്തര ശ്രേണികൾ, സർക്കിൾസ് ആൻഡ് ആംഗിൾസ്, രണ്ടാമത്തെ ചാപ്റ്റർ. വൃത്തങ്ങളും കോണുകളും, പിന്നെ അരിത്മെറ്റിക് സീക്വൻസസ് ആൻഡ് ആൾജിബ്ര, പിന്നെ മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ്, സാധ്യതകളുടെ ഗണിതം. 4 ചാപ്റ്റർ മാത്സിൽ പഠിക്കാനുണ്ട്. മാത്സ് കുറച്ച് പഠിക്കാനുണ്ട് നമുക്ക്. പക്ഷേ കഴിഞ്ഞ വർഷം അരിത്തമെറ്റിക് സീക്വൻസ് കഴിഞ്ഞ വർഷം പഠിച്ച അതേ ടോപ്പിക് തന്നെയാണ് ഈ വർഷവും പഠിക്കാനുള്ളത്. വലിയൊരു മാറ്റങ്ങളൊന്നും മാത്സിലില്ല എന്നാണ് അല്ലേ. അതെ അതെ, 4 ചാപ്റ്റർ പഠിക്കണം എന്നുള്ളത്. എനിക്ക് തോന്നുന്നു മാത്സ് അതുപോലെ തന്നെ സോഷ്യൽ ഒക്കെയാണ് ചാപ്റ്റേഴ്സിന്റെ എണ്ണം കുറച്ച് കൂടുതലുള്ളത്. ബാക്കിയൊക്കെ 2, 3 ആ ഒരു തരത്തിലേ ഉള്ളൂ. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഓണപരീക്ഷ നേരിടണം, പഠിക്കണം. പഠിച്ചാലാണ് നല്ല പഠിച്ചേ പറ്റൂ, അറിഞ്ഞ് പഠിക്കണം. പഠിച്ചാലേ ഫുൾ മാർക്ക് കിട്ടുള്ളൂ അല്ലേ. ഈസി ആയിട്ട് പഠിക്കാൻ പഠിക്കുക. 1.5 മണിക്കൂർ, ശരിക്കും ഒരു 1.5 മണിക്കൂർ ഇരുന്ന് മൊബൈലൊക്കെ മക്കളങ്ങ് മാറ്റി വെക്കുക, എന്നിട്ട് ഇരുന്ന് അങ്ങോട്ട് പഠിക്കുക. വേറെ ഒരു ചിന്ത ഉണ്ടാവും. 1.5 മണിക്കൂർ ആ കോൺസെൻട്രേഷൻ ഫുൾ മാർക്ക് അല്ലേ. ഫുൾ മാർക്ക്. അതായത് നിങ്ങൾ ആദ്യം തന്നെ ടൈം ടേബിൾ സെറ്റ് ചെയ്യാം. ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ട് ഡെയിലി ആ കൃത്യമായ സമയത്ത് ഒരു 1.5 മണിക്കൂർ നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഓണപരീക്ഷയൊക്കെ നിങ്ങൾക്ക്. പക്ഷേ 1.5 മണിക്കൂർ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്ന സമയത്ത് മനസ്സിലായില്ലേ പ്രശ്നമില്ല. നിങ്ങൾ അപ്പൊ എന്ത് ചെയ്യുക? RKNXന്റെ യൂട്യൂബ് ചാനൽ എടുക്കുക, അതിൽ എന്താണോ ആ ചാപ്റ്റർ നോക്കുക, അതിൽ കറക്റ്റ് ആയിട്ട് ചാപ്റ്റർ പേജ് വെച്ച് പഠിപ്പിച്ചിട്ടുണ്ടാവും. അതായത് നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ കയ്യിൽ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, അപ്പൊ ചാപ്റ്റർ നിങ്ങൾക്ക് സ്കൂളിലായാലും ടീച്ചേഴ്സ് എടുക്കുന്നുണ്ടാവും. പക്ഷെ അതിന്റെ ഉള്ളിലുള്ള പ്രോബ്ലംസ്, അതിലെ വർക്ക് ഷീറ്റുകൾ, അതിൽ വരുന്ന കുറെ എന്താ പറയുക ഇൻഡിക്കേറ്റേഴ്സ്, ഇങ്ങനെയുള്ളതൊക്കെ നിങ്ങൾക്ക് സ്കൂളിൽ എടുക്കണമെന്നില്ല. അപ്പൊ ഇതെല്ലാം നമ്മൾ ഓരോ ഡൗട്ടും ക്ലിയർ ചെയ്ത് ഓരോ പ്രോബ്ലം സോൾവ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു സീരീസ് നമ്മൾ RKNX ചാനലിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ മക്കൾ എല്ലാവരും എന്തായാലും എന്ത് ചെയ്യുക, ഇരുന്ന് കാണുക. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഏത് ചാപ്റ്റർ ആണ്, ഏത് കോണ്ടന്റ് ആണ് നിങ്ങൾക്ക് വേണ്ടത്, ഏത് ടൈപ്പ് ആണ് വേണ്ടത്, എല്ലാം നിങ്ങൾക്ക് ഈ വീഡിയോ എടുത്തായ കമന്റ് ചെയ്യാം. അപ്പം റെഡി അല്ലേ? യെസ്. ഓക്കെ, ബൈ.